ദൈവസ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദിനം നമ്മൾ സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ഓരോരുത്തർ രുചിച്ചറിഞ്ഞു. ദൈവം നമ്മളോട് ഓരോരുത്തരോടും സംസാരിച്ചു. അത് കേട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കുക, ഹൃദയങ്ങളെ പകരുക. കടന്നു പോകുന്ന പ്രതിസന്ധിയുള്ള ദൈവസാന്നിധ്യം രുചിച്ചറിയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എനിക്ക് തന്നൊരു ചിന്ത കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് വളരെ വേഗത്തിലിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ സുപരിചിതമായൊരു ഭാഗമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യമാണ്. അത് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരാൾക്ക് വായിക്കാം. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹാൻ ദൈവം പിതാവേ, ഈ നല്ല സമയത്തോടെ അങ്ങനെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളോടത്ത് അങ്ങനെ സ്ഥലത്തേക്ക് തരുന്നപ്പാ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് നൽകിയോർത്ത് അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ആവശ്യമായത് അങ്ങ് പകർന്നു നൽകുവാൻ സഹായിക്കണം. വ്യക്തോടെ മറിക്കണപ്പാ, യേശു നാം തന്നെ. ആമേൻ. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു. വളരെ ശക്തിയേറിയ, അല്ലെങ്കിൽ വളരെ സുപരിചിതമായ, നമുക്കെല്ലാവർക്കും ആശ്വാസം പകരുന്ന, നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ പറയുന്ന വേദഭാഗം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ വാക്യത്തിൻ്റെ, ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്, ഇത് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക്, ഇതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഇതൊരു പൗലോസ് ഒരു മണിമാളികയിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ സുഖമായ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എഴുതിയ ഒരു ലേഖനമല്ല, അല്ലേ? പൗലോസിൻ്റെ ആ റോമ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ, നമുക്കറിയാം കാരാഗൃഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 4 ലേഖനങ്ങളിലെ അവസാനത്തെ ലേഖനം എന്നറിയപ്പെടുന്ന ഫിലിപ്പി ലേഖനമാണ് ഈ നമ്മൾ വായിച്ച ഈ വേദഭാഗം ഉള്ളത്. അപ്പോൾ കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് താൻ പറയുന്ന കാര്യമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അപ്പോൾ തൻ്റെ ആ കടന്നുപോയ അവസ്ഥ, ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വാക്യം വായിക്കാം. ഒന്ന് വായിക്കാമോ? അപ്പോൾ തുടക്കം പറയാ 1-ാം വാക്യത്തിൽ വരെ താഴ്ചയിലിരിപ്പാനും, അല്ലേ? അപ്പോൾ താൻ കടന്നുപോയ, കാരാഗൃഹത്തിൽ കൂടെ കടന്നുപോയ ചില സന്ദർഭങ്ങളെ നമ്മോട് അല്ലെങ്കിൽ പറഞ്ഞു തരികയാണ് പൗലോസ് ചെയ്യുന്നത്. ശരിക്കും ഫിലിപ്പി ലേഖനം എന്ന് പറഞ്ഞാൽ തൻ്റെ കഷ്ടതയിൽ അവർ കൂട്ടായ്മ കാണിച്ചതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഈ ഫിലിപ്പി ലേഖനം. അപ്പോൾ അതൊരു സന്തോഷ പ്രകടനമായി മാത്രം നിൽക്കാതെ അവർക്ക് വേണ്ട ഉപദേശങ്ങളും അവർക്ക് വേണ്ട പ്രത്യുപദേശങ്ങളും എല്ലാം കൊടുത്ത് നൽകുന്നതാണ് ഫിലിപ്പി ലേഖനം. അപ്പോൾ നോക്കിയേ, തൻ്റെ അനുഭവത്തെക്കുറിച്ച് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. തൻ്റെ താഴ്ചയിൽ തുടക്കം എങ്ങനെയായിരുന്നു? താഴ്ചയിലിരിപ്പാനും. ഓക്കെ, മതി. സങ്കീർത്തന പുസ്തകം 136-ന്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും, അല്ലേ? എന്താ അവർ പറയുന്നത്? ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് അവർ വാഗ്ദത്തദേശത്തിലേക്ക് വരിക. അപ്പൊ പറയുന്ന പദമാണ്, വായിച്ചോളൂ. അമേൻ. ഞാൻ പറയാം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. ഹല്ലേലൂയ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇസ്രായേൽ മക്കള് ആ യാത്രയിൽ ഒത്തിരി പ്രശ്നങ്ങൾ അവർ കടന്നുപോയി, ഒത്തിരി വിഷയങ്ങൾ അവർ അഭിമുഖീകരിച്ചു, ഒത്തിരി പരീക്ഷണങ്ങൾ കടന്നു വന്നു, കുറെ പരാജയങ്ങൾ കടന്നു വന്നു. പക്ഷെ അതിന്റെ അവസാന ഘട്ടത്തിൽ അവർ പറയാ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവന് ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും പറഞ്ഞ് താഴ്മയോടെ ഇരുന്ന, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന പൗലോസ് പറയാ, നമ്മുടെ താഴ്ചയിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മെ ഓർത്ത ഒരു ദൈവമുണ്ട്. പലപ്പോഴും നമ്മെ ഓർക്കാമെന്ന് പറഞ്ഞവർക്കൊന്നും നമ്മളെ ഓർക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അത് ഒരു സ്വാഭാവികമാണ് കേട്ടോ. നമ്മൾ ഓർക്കണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷെ ഓർക്കേണ്ടാത്ത, അല്ലെങ്കിൽ ദൈവം വേറൊരാളെ നമുക്ക് വേണ്ടി ഓർക്കുമെന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ നമ്മളെ ഓർത്തെന്ന് വരത്തില്ല. അത് തന്നെയാണ് നമുക്ക് യോസേഫിന്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നല്ലേ. യോസേഫിനോട് എന്താ പറഞ്ഞേ? പാനപാത്ര വാഹകരുടെ പ്രമാണി പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ ചെല്ലുമ്പോൾ ഓർക്കാന്ന് പറഞ്ഞു. പക്ഷെ ഉൽപ്പത്തി ദിവസം 40-23 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും, യോസേഫിനെ ഓർക്കാതെ എന്ത് ചെയ്തു? അവൻ മറന്നു കളഞ്ഞു. പക്ഷെ അവനെ ഓർത്ത ഒരുവനുണ്ട്. ആരാ? അവനെ കൊണ്ടുവന്ന, അവനെ നടത്തിയ, അവനെ ഇവിടെ വരെ എത്തിച്ചേർന്ന, അതായത് പൊട്ട കിണറ്റിന്റെ അവസ്ഥയിൽ നിന്ന് കൈപ്പിടിച്ച് ഉയർത്തിയ, പ്രൈസലോ, ആ ദൈവം എന്ത് ചെയ്തു? അവനെ ഓർത്തു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ പറയുന്നത്, ഞങ്ങളുടെ താഴ്ചയിൽ നമ്മെ ഓർത്തു. നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടല്ലേ, നമ്മുടെ താഴ്ചയിൽ ഓർത്ത ദൈവത്തെ. നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ വന്നിട്ടുണ്ട്, അല്ലേ? പ്രൈസലോ, പരാജയങ്ങൾ വന്നിട്ടുണ്ട്, വീഴ്ചകൾ വന്നിട്ടുണ്ട്, പുറകിലേക്ക് പോകേണ്ട വന്നിട്ടുണ്ട്. ആ പുറകിൽ പോയപ്പോഴും, നമ്മുടെ താഴ്ചയിൽ വന്നപ്പോഴും നമ്മളെ തള്ളിക്കളയാതെ, പ്രൈസലോ, ഹല്ലേലൂയ, നമ്മെ ഓർത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മളിന്ന് ദിവസത്തിലായിരിക്കുന്നത്. അപ്പോൾ പറയാം, എൻ്റെ താഴ്ചയിൽ ഇരിക്കാനും. പിന്നെ വായിച്ചോളൂ. ആമേൻ.
അടുത്ത പദം വിശന്നിരിപ്പാനും. പ്രൈസലോ, പൗലോസ് എവിടെയായിരിക്കുന്നത്? കാരാഗ്രഹത്തിൽ. വിശപ്പിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞവരായിരിക്കും നമ്മൾ മിക്കവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇരിക്കുന്നവർ ഒരു നേരത്തെ വിശപ്പെങ്കിലും അറിഞ്ഞവരായിരിക്കും അല്ലേ. നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ മക്കള് ഒരു വിശക്കണം അപ്പാ ഒരു ഫുഡ് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു തരില്ല എന്ന് പറയുമോ? നമ്മൾ ഏത് വിധേനയും നമ്മളത് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവരെ പഠിപ്പിക്കാനോ ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലായിരിക്കും, അതിന് വല്ല മാറ്റങ്ങളൊക്കെ വരുത്തുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും കഴിയുന്ന ഒരു വിശക്കമെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? വാങ്ങിച്ചു കൊടുക്കൂലേ? ഇവിടെ പൗലൂസിനെ നോക്കിയേ, പൗലൂസ് എവിടെയാ? കാരാഗ്രഹത്തിലാണ്. ആ വിശപ്പിൻ്റെ വേദന അറിഞ്ഞിരിക്കുക. തൻ്റെ കൂടെ ആരില്ല, തൻ്റെ കൂടി ഉണ്ടായിരുന്ന സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ബന്ധുക്കാരോ ആരുമില്ല. താൻ ഒറ്റയ്ക്ക് ഏകാന്തവാസം അല്ലേ. ഇവൻ തനിക്ക് ഭക്ഷണം കഴിക്കാനൊരു ആഗ്രഹം അതുപോലും കഴിക്കാൻ പറ്റാതെ ആ വിശന്നിരിക്കുമ്പോഴും ഹല്ലേലൂയ പൗലൂസ് പറയുന്നത് എന്താണെന്നറിയോ? എന്നെ ശക്തനാക്കുന്നവൻ മാത്രം ഞാൻ സകലത്തിലും മതിയായി. സങ്കീർത്തന പുസ്തകം 147:9 പറയാം, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും, പ്രൈസലോ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും, പ്രൈസലോ ഹല്ലേലൂയ. നമുക്കാണെങ്കിൽ ആരോട് പറയാം എനിക്ക് വിശക്കണമെന്ന് പറയാം, ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞെങ്കിൽ നമുക്ക് ഭക്ഷണം നമ്മൾ സാക്ഷ്യം കേട്ടൂലേ. ഹല്ലേലൂയ. നല്ലൊരു അനുഭവം അതൊക്കെ. ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ പറ്റും. എൻ്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്നത് അത് വളരെ 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 സ്ട്രോങ് ആണ്, വളരെ ഒരു അനുഭവം തന്നെയാണ്. അപ്പം നോക്കിയേ, ഇവിടെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ഇതുപോലൊന്നും പറയാനുമില്ല. പക്ഷെ ആ കരയുന്ന കാക്കക്കുഞ്ഞിനും ആഹാരം കൊടുക്കുന്നവനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയാ, ഞാൻ വിശന്നിരുന്നപ്പോഴും എന്നെ ശക്തനാക്കുന്നവൻ ആമേൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അടുത്ത ഭാഗം കൊണ്ട് വായിച്ചേ. അവിടെ കിടക്കുന്നതിന് മുന്നേ ഒരു സന്ദർഭം കൂടി നമുക്കറിയാം. ഏലിയാവ് പ്രവാചകനെ കുറിച്ച് അറിയാം. തൻ്റെ ജീവിതത്തിൽ ആ കെരീത്ത് തോട്ടിൻ്റെ അനുഭവം കടന്നു വന്നപ്പോൾ തനിക്ക് എന്ത് ചെയ്തു? കാക്കയാൽ ആഹാരം കൊണ്ടുകൊടുത്തു. ക്രിസ്ലോ, ആ കാക്ക മുഖാന്തരം തനിക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്ത ആ ദൈവത്തെ കാണാൻ കഴിയും. അപ്പോൾ വിശന്നിരുന്നപ്പോഴും ആ ഒരു അവസ്ഥയിലും താഴ്ചയുടെ അവസ്ഥകൾ കടന്നു പോയപ്പോഴും പൗലോസിന് പറയാനുള്ള കാര്യമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അടുത്ത ഭാഗം വായിക്കാം. അടുത്ത് തന്റെ ബുദ്ധിമുട്ടുകൾ, തന്നെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അല്ലേ. കാരാഗ്രഹത്തിന്റെ അനുഭവം അല്ലെ. വീട്ടിൽ തടങ്കലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം അവിടെ ലഭിക്കില്ല അല്ലേ. നമുക്കറിയാം കുറച്ച് ദിവസം നമ്മൾ വീട്ടിലിരുന്നപ്പോൾ എന്താ സംഭവിച്ചത് അല്ലേ. നമുക്ക് കൊറോണ വന്നപ്പോഴും നമ്മളിപ്പോൾ ബോംബിടും, ഇപ്പോൾ തല വീഴുന്നു പറഞ്ഞപ്പോഴും കുറച്ച് പേരൊക്കെ വീട്ടിൽ കയറുന്നപ്പോൾ അവസ്ഥ അറിയാം അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ നമ്മളെ പിടിക്കാനോ നോക്കാനോ ആരുമില്ല, ചങ്ങലകളൊന്നുമില്ല, എന്നിട്ട് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട്. അപ്പോൾ പൗലോസിന്റെ കാര്യം ആലോചിച്ച്, താൻ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴും തനിക്ക് പറയാനുള്ളത് എന്താ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. തന്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 2 കൊരിന്ത്യർ 6-4-5 വാക്യങ്ങൾ വായിച്ചേ. കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്. നോക്കി തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ബുദ്ധിമുട്ടുകളൊക്കെ നോക്കി. ഈ ഒരു അവസ്ഥകളിലും മുന്നോട്ട് പോകാൻ സഹായിച്ചത് എന്താണെന്നറിയോ? പൗലോസ് പറയാനുള്ള ഒറ്റ വാചകമുള്ളൂ, എന്നെ ശക്തനാക്കുന്നു മാത്രം. ബുദ്ധിമുട്ട് വന്നപ്പോഴും സങ്കടം വന്നപ്പോഴും തടവ് വന്നപ്പോഴും തല്ല് കിട്ടിയപ്പോഴും പ്രൈസലോ നിൽക്കാൻ കഴിയും എന്താണെന്നറിയോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പലപ്പോഴും പ്രതിസന്ധികളുടെ മേൽ നമ്മൾ നിൽക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ കഴിവല്ല, നമ്മളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ. ഒരു വാക്യം കൊണ്ട് 2 കൊരിന്ത്യർ 11 അതിന്റെ 23 വാക്യം വായിച്ചത്. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധിക പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് പോയ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേവ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്. താൻ കടന്നുപോയ, അതായത് ഈ കാരാഗ്രഹത്തിന് മുൻപുള്ള കുറച്ച് സന്ദർഭങ്ങളാ പറയണ അല്ലേ. ഇവിടെ എല്ലാം തന്നെ നിർത്തി എന്താ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പ്രൈസലോ. ഒത്തിരി അല്ലേ ഈ അടി 2 കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ കിട്ടിയ അടിയിൽ നിന്ന് 2 നമുക്ക് കിട്ടിയാൽ മതിയല്ലേ. നമ്മൾ പിന്നെ പരിസരത്ത് പോകത്തില്ല അല്ലേ.
അപ്പൊ അവിടെ നിൽക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാന്ന് പറഞ്ഞേ? ശക്തനാക്കുന്ന മുഖാന്തരം. അതിന് 29 വാക്യം കൂടി വായിച്ചേ. ആർ ബലഹീനനായിട്ടും ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. താൻ ബലഹീനനാവാതെ ഇരുന്നതും ഇടറിപ്പോവാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ പറഞ്ഞ വാക്യ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പ്രൈസലോ. പൗലോസിനോട് ചോദിക്കുക, പൗലോസ് എങ്ങനെ എത്ര നാൾ ഓടിയേ? എങ്ങനെയാ ഈ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച് അല്ലേ? ഓ, ഭയങ്കര കാര്യമല്ലേ? ഇത്രയും ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. വലിയ ആളൊക്കെ ആയിരുന്നു, വലിയ പദവി കിട്ടണ്ടായിരുന്നു, അത്യാവശ്യം സാമ്പത്തികം ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഓടുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അല്ലേ? എന്നിട്ടും എന്താ ഇങ്ങനെ കടന്നു വന്നത്? എന്താ ഇപ്പോൾ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വരണ്ടായിരുന്നു അല്ലേ? അവിടേക്ക് നിന്നാൽ മതിയായിരുന്നു അല്ലേ എന്നൊക്കെ നമുക്ക് നമ്മളാണെങ്കിൽ പറഞ്ഞേനെ. പക്ഷെ പൗലോസിന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. നമ്മുടെ ജീവിതത്തിൽ പുറകിലേക്ക് നോക്കിയേ, ഒന്ന് ഒരു അല്പസമയം നമ്മുടെ കഴിഞ്ഞ നാളുകളിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മോബിച്ചങ്ങ് നേരത്തെ പറഞ്ഞു, നമ്മളുടെ അവസ്ഥകൾ, ബാച്ചിലറായിരുന്ന അവസ്ഥകൾ, ഫാമിലി ആവാൻ നമുക്ക് ഒരു യോഗ്യത ഉണ്ടായിരുന്നില്ല, ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല, ഒരു സ്വപ്നം കാണാൻ കൂടി കഴിയത്തില്ലായിരുന്നു അല്ലേ? അപ്പൊ നോക്കിയേ. മാത്രമല്ല, നമ്മുടെ പുറകിലേക്ക് ഒന്ന് നോക്കിയേ, എത്ര സംഭവങ്ങൾ നമ്മളെ കടന്നുപോയി, എത്ര കാര്യങ്ങൾ കൂടെ നമ്മൾ കടന്നുപോയി. പ്രൈസലോ. പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയുമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ. ഞാൻ സകലത്തിലും മതിയായവൻ. ഹല്ലേലൂയ. ഈ ശക്തനാക്കുന്നവൻ എന്ന പദത്തിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കാം. ശക്തനാക്കുന്നവൻ എന്ന പദത്തിൽ നിന്ന് 3 കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ ശക്തനല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ. അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഞാൻ ശക്തനല്ല, ഞാൻ ശക്തനാണ്, എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്ക് എന്തായാലും എന്ത് പറയാൻ പറ്റില്ല? ഈ പദം പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശക്തനല്ല എന്നുള്ള തിരിച്ചറിവിൽ പറയുമ്പോഴാണ് ഇതിനോട് ചേർന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ അറിയോ? തന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്. അതിലുള്ളൊരു ആശ്രയമാണ് അവിടെ കാണാൻ കഴിയുന്നത്, ഒരു പ്രത്യാശ. എന്നെ ശക്തനാക്കുന്നവൻ, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, അവനുള്ള ഉറപ്പ്, പ്രത്യാശ. മൂന്നാമത്തെ കാര്യം എന്നറിയോ? എന്നെ ശക്തനാക്കുന്നു പറയുമ്പോൾ എന്നറിയോ? ആരാ ശക്തനാക്കുന്നേ? കർത്താവിനെ ശക്തനാക്കുന്നു. മനസ്സിലോ? ഈ ഒറ്റ പദത്തിൽ 3 ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു വാക്യത്തെ ഒത്തിരി നമ്മൾ പറയും ദുർവ്യാഖ്യാനം ചെയ്യാന്നൊക്കെ പറയും, ഇന്റർപ്രിറ്റേഷൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്തൊരു വാക്യ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ രീതിയിലെടുത്തൊരു വാക്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു വാക്യം. അതെന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യമോ ആഗ്രഹമോ എന്ത് സാധിക്കാനോ അപ്പോൾ പറയും, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അതായത് നമ്മുടെ ഭൗതിക കാര്യത്തിനും ഈ പദം, ഈ വാക്യം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കഷ്ടപ്പാടുകൾ സഹിക്കാനാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കണം കഴിഞ്ഞ്. മാത്രമല്ല, തൃപ്തിയുടെയും സഹിഷ്ണുതയുടെയും ഒരു സന്ദേശമാണ് ഈ പദത്തിലൂടെ നൽകുന്നത്. അതായത് ചുരുക്കമായി പറഞ്ഞാൽ ഇത് പദത്തെ പോലെ ഈ ദുർവ്യാഖ്യാനം ചെയ്ത കുറേ പദങ്ങളുണ്ട്. ഒരെണ്ണം പറയുകയാണെങ്കിൽ, നിന്റെ വിശ്വാസം അന്വേഷിക്കട്ടെ, ഏത് അവസരവും അടിച്ചു കൊടുത്ത് നിന്റെ വിശ്വാസം അന്വേഷിക്കട്ടെ. അതുപോലൊരു സംഭവമാണ് ഈ പറയുന്നത്. നമ്മുടെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളും പറയും, എന്നെ ശക്തൻ. ഇപ്പം ഇതിൽ ഫോട്ടോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ മസിലൊക്കെ പിടിച്ച് കാണാൻ അറിയാം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം അതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കുന്ന വാക്യമല്ല, മറിച്ച് ദൈവം നമ്മെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പതരാതെ നിർത്തുവാൻ നമ്മെ സഹായിക്കുന്നത് ചിന്ത. പ്രശ്നോ നമുക്ക് തോന്നിയതും നമ്മുടെ ആഗ്രഹവും എല്ലാം ചെയ്യിക്കാൻ ദൈവം സഹായിക്കുന്ന അർത്ഥമല്ല. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മളെ പതരാതെ നിർത്തുവാൻ നമ്മളെ ശക്തനായ ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ് പൗലോസ് കൂടെ നമുക്ക് സന്ദേശം നൽകുന്നത്. അപ്പോൾ ഈ ശക്തൻ എന്ന പദത്തിന് 3 കൂട്ടം കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, നമ്മൾ ശക്തനല്ല എന്നൊരു തിരിച്ചറിവാണ്. ഇത് നമ്മുടെ ഉള്ളിൽ കടന്നവരോടെയാണ് തീരുന്നത്. എപ്പോഴൊക്കെയാണ് എനിക്കത് കഴിയും, എനിക്ക് ശക്തിയുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയത്തില്ല. മാത്രമല്ല, പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ടെന്നൊരു പ്രത്യാശയാണ്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ നിരാശ വരുമ്പോൾ, നമ്മൾ തളർന്നു പോകുന്നു തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ വരണം, എന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്. ആമേൻ. അതൊരു ഉറപ്പാണ്. അത് അവിടെ സംശയം കടന്നു വരാൻ പാടില്ല. ഏത് സാഹചര്യത്തിലും എന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്, അത് നമ്മുടെ ഒരു പ്രത്യാശ. 2, ഹല്ലേലൂയ, അവനുള്ള അത് ആരാന്നറിയോ? യേശു ക്രിസ്തുവിലുള്ള ആ ഒരു ഉറപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശക്തി, എല്ലാ മനുഷ്യൻ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കൊരു പവറുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ബലമുണ്ട്. അതാണ് അവരെ നിർത്തുന്നത് അല്ലേ? ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പവർ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ബലം എന്നൊക്കെ പറയും, കോൺഫിഡൻസ് എന്നൊക്കെ പറയും, ഒത്തിരി കാര്യങ്ങൾ അവനെ പറയുവാനായിട്ടും. അപ്പോൾ ഈ ഓരോരുത്തരുടെ ബലം
എന്ന് പറഞ്ഞാൽ ചിലർ ബലം എന്ന് പറഞ്ഞാൽ മക്കളായിരിക്കും. ഒരു 5-6 മക്കളുണ്ടെങ്കിൽ അവർ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ പണ്ട് നമ്മുടെ നാട്ടിലത്തെ ഒരു സ്റ്റൈലൊക്കെ നോക്കുകയാണെങ്കിൽ പക്ഷേ കോളറൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ഇറക്കിയിട്ടൊക്കെ നടക്കില്ലേ. അവരുടെ ബലം എന്ന് പറഞ്ഞാൽ പിള്ളേർ പുറകിൽ നിന്നാണ്. അപ്പന്മാർ പോയിട്ട് അടിയൊക്കെ ഉണ്ടാക്കും. അടിയിലാക്കി വരുമ്പോൾ പിള്ളേരിടാ പോയി കണ്ട വിധത്തിൽ കാണാൻ പറയല്ലേ. ചില ബലം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അവരുടെ ബലം. അവർക്ക് ഉറപ്പുണ്ട് ജോലി നഷ്ടപ്പെട്ടാൽ എനിക്ക് ഞാൻ ചില പറഞ്ഞിട്ട് ഞാൻ ഹൈ ക്വാളിഫൈഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് എനിക്ക് അതിശയം തോന്നി എങ്ങനെ അവർ പറയാൻ പറ്റുന്നത്. അങ്ങനെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചുരുങ്ങി 2 പേരെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസമാണ് അവരുടെ ബലം. ചിലവരുടെ ബലം എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യം, അവർക്ക് ആരോഗ്യമുണ്ട്. ചിലർക്ക് സമ്പത്ത്, ചിലർക്ക് പദവികൾ, ഇങ്ങനെ ഓരോരുത്തർക്ക് വ്യത്യസ്ത തരങ്ങളാണ്. അപ്പോൾ എവിടെ ഈ പ്രശ്നം വരുന്നറിയോ? ഈ ശക്തി പോകുന്ന എപ്പോഴാണെന്നറിയോ? ഈ ബലം നഷ്ടപ്പെടുന്നറിയോ? ഈ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. അതായത് ഈ ബലം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സമ്പത്ത് വിചാരിച്ചിരിക്കും, എനിക്ക് കുറേ സമ്പത്തുണ്ട്, കുറേ എൻ്റെ മക്കൾക്ക് കരുതി വെച്ചെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആയിരിക്കും ഇതിനകത്ത് വന്നിട്ട് ഇപ്പോൾ ബാങ്കൊക്കെ മാറ്റുക. ആകെ ഓരോ ഏരിയയിൽ ഒരു ബാങ്കേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വീണ് എല്ലാം കൂടി ഫോണാ വെച്ചിട്ടാണെന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അവരൊക്കെ ടെൻഷൻ ആലോചിക്കേ, ഇതെങ്ങാനും വന്ന് വീണ് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും പോയി ചോദിക്കാൻ പറ്റുമോ? വീട്ടിലെടുത്ത് വയ്ക്കാൻ പറ്റുമോ? 500, 1000 നിനക്ക് വീട്ടിൽ വയ്ക്കാല്ലേ. അതിന് കൂടുതൽ ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇതൊന്ന് വീണ് കഴിഞ്ഞാൽ അത് പോയി. അപ്പോൾ ഇത്ര നാളിൽ അവരുടെ ബലം എന്തായിരുന്നു? ഈ ഡിജിറ്റൽ ഒന്നിട്ട് കുറേ പൂജ്യങ്ങൾ ഇട്ടായിരുന്നു അവരുടെ ബലം. പക്ഷെ ബലം തീർന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ശക്തി നഷ്ടപ്പെടും അല്ലേ? പ്രൈസലോ. അപ്പോൾ നമ്മുടെ ബലം എവിടെയായിരുന്നാൽ നമുക്ക് ഉറച്ചോടെ നിൽക്കാം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി വലിയ വലിയ ആൾക്കാരെ നമ്മൾ നാട്ടിലൊക്കെ കണ്ടു അല്ലേ? റോയ് എന്നൊക്കെ പറഞ്ഞ ആളൊക്കെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടു. അവരുടെ ബലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരെത്തി. അതോടെ അവരില്ലാതായി തീർന്നു. പ്രൈസലോ. അവർ തകർന്നു പോകേണ്ടതായി തീർന്നു. അവർക്കൊരു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾക്ക് ഒരേ ബലം, ചിലർ പറയും ട്രസ്റ്റ്, ചില വിശ്വാസങ്ങൾ, ചില ഉറപ്പുകൾ, ഇതൊക്കെയാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. അത് എപ്പോൾ നഷ്ടപ്പെടുന്നു അവരെന്തായി തീർന്നു? പിന്നെ സീറോയായി. പിന്നെ അതുകൊണ്ടാണ് ആ സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്? അവർ ജീവിതം അവസാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. കാരണം പറഞ്ഞാൽ അവർ ഇത്ര നാളും വിചാരിച്ചിരുന്ന അവരുടെ ബലവും അവരുടെ ശക്തിയല്ല, അതോടെ തീർന്നു. ഇനി അവർക്ക് മുന്നോട്ട് നോക്കാൻ ഒരു കാഴ്ചപ്പാട്, ഒരു ചിന്തയുമില്ല. പക്ഷേ പൗലോസ് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിലല്ല ആര് ചെന്ന് നിൽക്കണ്ടേ? നമ്മൾ ചെന്ന് നിൽക്കണ്ടേ എന്നുള്ളതാണ്. സങ്കീർത്തനം 73-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. വായിച്ചോട്ടെ. സങ്കീർത്തനം 73-ന്റെ 28. സങ്കീർത്തനം 73-ന്റെ 26 വായിക്കാവോ? പ്രൈസ് ലോർഡ്. ഇവിടെ പറയാ നമ്മുടെ ശക്തി, നമ്മൾ ആശ്രയം വെക്കുന്ന ചില മേഖലകളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 2-3 മേഖലകളുണ്ട്. ഒന്ന് സങ്കീർത്തനം പറയുന്നറിയോ? എൻ്റെ മാംസം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ജഡത്തിലുള്ള ആശ്രയം നമുക്ക് കണക്കൂട്ടാം. നമ്മുടെ കഴിവ്, നമ്മുടെ മറ്റു പല ബലങ്ങൾ അല്ലേ? അപ്പോൾ എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. അപ്പോൾ ഇതിലാണ് നമ്മുടെ ബലമെങ്കിൽ, ഇവിടെയാണ് നമ്മുടെ ആശ്രയമെങ്കിൽ, ഇത് നമ്മുടെ ജഡത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സമയം വരുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ ഇത് പോകുന്നൊരു സമയം വരുമ്പോൾ നമ്മുടെ ബലവും പോവും, നമ്മുടെ ശക്തിയും പോവും, നമ്മൾ തകരുവാനായി തരും. നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് ശിംശോനെ കുറിച്ച് കാണാൻ കഴിയുന്നത് അല്ലേ? ശിംശോന് ദൈവത്തിന് ആത്മാവുണ്ടായിരുന്നു, ദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നിൽ തന്നെ തനിക്ക് ഓവർ കോൺഫിഡൻസ്, എന്നെ കെട്ടിയിട്ടോ ഞാനൊക്കെ പൊട്ടിക്കും, എനിക്ക് അത്രയും പവർ ഉണ്ട് അല്ലേ, ഒത്തിരി എനിക്കിതൊന്നും പ്രശ്നമല്ല, ഞാൻ അവിടെ വീഴത്തില്ല, അങ്ങനെ ഒരു ചിന്തയായിരുന്നു അല്ലേ ശിംശോനെ കുറിച്ച് നമുക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ ശക്തി ഒരിക്കലും പല പ്രാവശ്യവും തനിക്ക് വാണിംഗ് ലഭിച്ചു, പല പ്രാവശ്യവും തൻ്റെ ശക്തിയെ ചോദ്യം ചെയ്തു, പല പ്രാവശ്യവും തൻ്റെ ശക്തി ചോർന്നു പോകുന്നതിൻ്റെ സൈനുകൾ തനിക്ക് കിട്ടി. എന്നിട്ട് പോലും തൻ്റെ ഉള്ളിലൊരു അഹങ്കാരം എന്തായിരുന്നു അറിയോ? തൻ്റെ ശക്തി ഒരിക്കലും പോകത്തില്ലാണ്. പ്രൈസലോ. പലപ്പോഴും നമുക്ക് വാണിംഗ് തരുന്നുണ്ട്, പലപ്പോഴും നമ്മെ ടെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്, പലപ്പോഴും നമ്മളെ കൊണ്ടു നിർത്തുന്നുണ്ട്. സിജോ, നിന്റെ ശക്തി പോയത് കണ്ടോ, നിന്റെ ശക്തി ഇപ്പോൾ പോയേനെ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ വന്നാൽ പോകട്ടോ. ഇങ്ങനെ പല സാധ്യതകൾ നമ്മെ മുന്നിൽ കണ്ടെത്തും, നമ്മളത് കാണാതെ പോവുക. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? എൻ്റെ ശക്തി പോകത്തില്ല. പ്രിൻസിലോ, എനിക്കിവിടെ ഉറപ്പുണ്ട്, എൻ്റെ ശക്തി ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്നാ ശിംശോൻ്റെ വിചാരം. പക്ഷേ നമുക്ക് കഴിഞ്ഞ നാളുകളിലേക്ക് നോക്കി ഇതുപോലെ കുറേ സൈനുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നത്. നമ്മൾ ഓവർ കോൺഫിഡൻസിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയല്ലായിരുന്നു, നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. നമ്മൾ തന്നെ ഒന്ന് ഷോ ചെയ്യാനുള്ള എതിരാട്ടെ പലപ്പോഴായി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ
അവിടുന്ന് നമ്മെ കരകയറ്റിയത്, അവിടുന്ന് മുന്നോട്ട് പോകാൻ സഹായിച്ചത് നമ്മുടെ ബലം കൊണ്ടല്ല, നമുക്ക് തരുന്ന സൈനാണ് തിരിച്ചു വരാൻ വേണ്ടി, മടങ്ങി വരാൻ വേണ്ടി, അവൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി. പ്രൈസലോ, അത് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ശിംശോന് കഴിഞ്ഞില്ല. അവൻ തൻ്റെ യാത്ര അതേപോലെ തുടരുവാനിടയായി തീർന്നു. അത് തനിക്ക് പരാജയമായി തീരുവാനായി തീർന്നു. ഹല്ലേലൂയ. ഇരവ്യായ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ദൈവത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടു. ഇവിടെ നോക്കിയാ തന്റെ ആ ഫസ്റ്റ് ഭാഗത്തെ നമ്മൾ ചിന്തിക്കുന്നേ, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി. ജഡം എന്ന് പറഞ്ഞാൽ ഭൗതികപരമായ ജഡികമായ കാര്യങ്ങളെ എൻ്റെ ഭുജമാക്കി, അല്ലേ? എൻ്റെ കൈ അല്ലെങ്കിൽ എൻ്റെ പവർ, എൻ്റെ ശക്തിയാണത്, അവരെനിക്ക് കൂട്ടുണ്ട്, അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ. അതായത് ജഡത്തെ ഭുജമാക്കി കഴിഞ്ഞാൽ, മനുഷ്യനാശ്രയിച്ച് ജഡത്തെ ഭുജമാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ പറയും ഞാൻ യഹോവൻ്റെ ഇടയനാവെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ വിട്ടുമാറി ദൂരത്തായിരിക്കുന്നു എന്നുള്ള. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നറിയൂ, നമ്മുടെ ശക്തി മാംസത്തിലോ ജഡത്തിലോ മനുഷ്യനിലോ ആയിരിക്കുന്നുവെങ്കിൽ ഇത് നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ തകർന്നു കൊണ്ടേതീരും. അടുത്തൊരു കാര്യം നമ്മൾ കണ്ടെന്നറിയൂ, പണത്തിനോ സമ്പാദത്തിന് പിന്നാലെ, സമ്പാദ്യമാണ്, ധനമാണ് നമ്മുടെ ഒരു ശക്തി എന്ന് വിചാരിച്ചാൽ അതൊരു തെറ്റായ ഒരു സുരക്ഷിത ബോധമാണ്. പണം കടന്നു വരുമ്പോൾ ആൾക്കാരുടെ ഓവർ കോൺഫിഡൻസ് കടന്നു വരും. എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, എനിക്ക് എല്ലാ മേഖലയിൽ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസാണ്. ഇതൊരു മിഥ്യാധാരണയാണെന്ന് പറയപ്പെടുന്നത്. നമുക്കത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം നന്നായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ യേശുസ് പറഞ്ഞൊരു ഭാഗമുണ്ട്, നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യമാണ്. അവിടെ മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അവന് രണ്ടാമത്തെ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തിയോട് പറയുന്നൊരു കാര്യമാണ്. തൻ്റെ സമ്പത്താണ് എന്ത് ചെയ്തേ ആ ദൈവത്തോട് അടുക്കാൻ കഴിയാതെ വിട്ടുപോകാനായിട്ട്. ആ വാക്യം വായിക്കാം. വായിച്ചോളൂ. നോക്കിയേ, ഇതൊരു ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ്. താൻ എന്ത് ചെയ്തു? യേശുവിനോട് പറയാ, സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിന്ന് നിക്ഷേപം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ആളെന്ത് ചെയ്തു? വിട്ടിട്ട് പോയി. അപ്പോൾ പറയാണ്, യവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ച് കടന്നുപോയി. പണത്തിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് ഈ പറഞ്ഞ ബലം തരാം. അതായത് ഒരു അല്പസമയമൊക്കെ നമുക്ക് തരാൻ പറ്റും, അല്ലേ? പണം ഇല്ലാണ്ട് ഒന്നും നടക്കത്തില്ല നമുക്കറിയാം. പക്ഷേ ഈ പണത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇത് എക്കാലഘട്ടത്തും നമുക്ക് സുരക്ഷ നൽകാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. പ്രൈസലോ, ആ ഒരു ചിന്തയിലേക്ക്. അപ്പോൾ നമ്മുടെ ബലം എവിടെയാവരുത്? ഈ സമ്പത്തിലേക്ക് ആയി പോകാനിടയായിത്തീരരുത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സങ്കീർത്തനത്തിലേക്ക് 73, 22, 26 കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു, എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. അതിലെ ഹൃദയത്തെക്കുറിച്ച് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഹൃദയം അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, നിലവുകളാണ് നമ്മുടെ ബലം. അതിൻ്റെ വാക്യം വായിക്കുകയാണെങ്കിൽ സാക്ഷ്യവാക്യങ്ങൾ 28-ന്റെ അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കാം. ഇത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂടന്. പലപ്പോഴും നമ്മൾ പറയാണ്ട് എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് ഞാൻ ചെയ്തു, എൻ്റെ ഹൃദയത്തിൽ പ്രകാരമാണ് ഞാൻ നടക്കണേ എന്നൊക്കെ ചിന്തിക്കാറുണ്ടല്ലേ. ഇവിടെ നോക്കി, നമ്മുടെ ശക്തി അതാണെങ്കിൽ നമ്മൾ അവിടെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഇവിടെ പറയാം, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ. ഒരു വാക്യം വായിക്കാം അല്ലേ? സാക്ഷ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5, 6 വാക്യം കൂടി. പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ പദ്ധതികളൊക്കെ പാളിപ്പോകൂലേ. നമ്മൾ വിചാരിക്കും ഇത് ഇതോടെ തീർന്നു,
അല്ലെങ്കിൽ ഇത് ഇല്ലാണ്ട് നടക്കത്തില്ല. അങ്ങനെ നമ്മുടെ വിവേകത്തിലും നമ്മുടെ ചിന്തയിലും നമ്മളിങ്ങനെ അടിസ്ഥാനപ്പെട്ടിരിക്കുക. പക്ഷെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രൈസലോ. അപ്പോൾ നമ്മുടെ ശക്തി അവനിലാണെങ്കിൽ, സ്വന്തം വിവേകത്തിലാണെങ്കിൽ ഇത് നഷ്ടപ്പെടുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മുടെ ബലം പോവും. നമ്മുടെ ശക്തി ധനത്തിലാണെങ്കിൽ ധനം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശക്തി കയർന്നു പോകും. നമ്മുടെ ശക്തി മനുഷ്യരിലാണെങ്കിൽ, ഭുജബലത്തിലാണെങ്കിൽ അത് തീരുമ്പോൾ നമ്മുടെ ശക്തി നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ പറയാ, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സങ്കീർത്തനം 23, 28, 26 ഇങ്ങനെ കേട്ടു നമ്മൾ, എൻ്റെ മാംസവും എൻ്റെ ഹൃദയം ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും. ഇപ്പോൾ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകും. പക്ഷേ പറയുക, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയാണെന്ന്. പാറ അവിടെ കാണിക്കുന്നത് പറഞ്ഞാൽ എന്തൊക്കെയാ? ഒരു ഉറപ്പാണ്, ഏത് സമയത്തും കയറി ചെല്ലാൻ കഴിയുന്നതാണ്, നമുക്കൊരു കോട്ടയാണ്, നമ്മുടെ ഒരു ആശ്രയമാണ്, നമ്മുടെ രക്ഷയാണ്, അല്ലേ? നമ്മുടെ രക്ഷ ക്രിസ്തു ആകുന്ന പാറയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉറപ്പ് എന്തിലായിരിക്കണം? ഈ പാറയിലായിരിക്കണം. നമ്മുടെ ഹൃദയവും മാംസവും മറ്റ് ആശ്രയങ്ങളെല്ലാം ക്ഷയിച്ചു പോയാലും നമ്മുടെ ഉറപ്പ് ക്രിസ്തുവിലാണെങ്കിൽ, ഈ പാറയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പൗലോസ് പറഞ്ഞ പോലെ തൻ്റെ ആ വലിയ യാത്രയിൽ തനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, എന്താ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ, ഞാൻ സകലത്തിലും മതിയായവൻ. പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ നേരത്ത് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാറുണ്ട്. ചില പാട്ടൊക്കെ പാടുമ്പോൾ കൈകൾ ഉയർത്തി പാടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ കൈ ഉയർത്തി പാടുമ്പോൾ ഇതിൽ പാട്ടിൻ്റെ ആ ഒരു ഒഴുക്കിൽ കൈകൾ ഉയർത്തിക്ക് പാടുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, വേറൊരു ലെവല് പോലെയൊക്കെയാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്, അല്ലേ? പക്ഷേ ഈ പ്രാർത്ഥനയിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് വേറൊരു അർത്ഥമുണ്ട്, അല്ലേ? പിള്ളേരെ 2 കൈ ഉയർത്താൻ പറഞ്ഞപ്പോഴാ ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ അറസ്റ്റ് ചെയ്യുമ്പോൾ ഹാൻഡ് ചെയ്യുന്നത്? അതായത് കീഴടങ്ങുന്നതിൻ്റെ ഒരു പ്രതീകമാണ് കൈകൾ കൊടുത്തതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ചിലർ കീഴടങ്ങി എങ്ങനെയാണ്, ചിലർ ഇത്ര. അപ്പോൾ നമ്മൾ ആലോചിക്കുക എത്രത്തോളം കീഴടങ്ങി. അങ്ങനെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ വിടരുത്. അപ്പോൾ കൈകൾ ഉയർത്തി, ഇപ്പോൾ മോബിച്ചിനെ ശിപ്പിച്ച് നോക്കുമ്പോൾ മോബിച്ച് ഇങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ കീഴടങ്ങി. ആരെ? അപ്പോൾ ശിപ്പിച്ചും പറയുന്നത് മോബിച്ചിൻ്റെ ദൈവത്തിന് മുൻപ് കീഴടങ്ങുന്നതാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് പാട്ടിന് ഇത് കിട്ടാൻ വേണ്ടി, ആവേശം കിട്ടാൻ വേണ്ടി കൈ കൊടുക്കുന്നതല്ല. എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒന്നാണ്. എന്നെ സബ്മിറ്റ് ചെയ്യുക. ഞാൻ കീഴടങ്ങുന്നപ്പാ, എനിക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളൊരു വെള്ളത്തെ മുങ്ങുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പോകത്തുള്ളൂ, ഇത്ര മതിയില്ല. അപ്പോൾ ആളവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ പിടിക്കണം അവിടെ നിന്ന്, അല്ലേ? നമ്മൾ 2 കൈയും കറക്റ്റ് നോക്കില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ മുങ്ങി താഴുക, എന്നെ പിടിക്കണേ. ഈ പത്രോസ് വലിയ കാര്യത്തിൽ പറഞ്ഞാൽ, എനിക്ക് യേശുവിൻ്റെ കൂടെ കടലിൽ നടക്കണം എന്ന് പറഞ്ഞു, അല്ലേ? അപ്പം നടന്നോളം പറഞ്ഞു. നടന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? പത്രോസ് ഒരു നോട്ടം വിട്ട് കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്ത് ചെയ്തേ? ഞാൻ ഇത്ര പൊക്കില്ല എന്ന് പറഞ്ഞു. ഇല്ല, ശരിക്കും പൊക്കിണ്ടാവും, അല്ലേ? ഉള്ള ആരോഗ്യം എടുത്തു പൊക്കിണ്ടാവും, അല്ലേ? അതാണ് നമുക്ക് വേണ്ടേ. എനിക്ക് കഴിവില്ല ദൈവമേ, എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി എൻ്റെ കഴിവുകൊണ്ടൊന്നും കഴിയത്തില്ല, എൻ്റെ മുന്നിൽ ഒരു മാർഗവുമില്ല, എനിക്ക് ശക്തിയില്ല. പ്രൈസലോ, ഇനി എൻ്റെ ശക്തി ക്ഷയിച്ചു പോയി, അല്ലെങ്കിൽ എനിക്കിനി പ്രവർത്തിക്കാനൊന്നുമില്ല. പക്ഷെ എൻ്റെ കൈകളെ ഞാൻ ഉയർത്തുന്നു, നീ എൻ്റെ കരങ്ങൾ പിടിക്കണം. പ്രൈസലോ, എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് തന്നെ കാണിക്കാനാ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശക്തി പോകുന്ന ഒത്തിരി ഘട്ടങ്ങളുണ്ട്. അവിടെ ശക്തനാക്കുന്ന ഒരുവനാണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. ആ ദൈവത്തിലേക്ക് നമ്മൾ ആശ്രയിക്കാനായിരിക്കും. എൻ്റെ മാംസവും ഹൃദയം ക്ഷയിച്ചു പോകുന്നു. ഹല്ലേലൂയ. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഹൃദയത്തിലും ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളൊക്കെ വന്ന് നമ്മൾ ആശാകുലനായി, അല്ലെങ്കിൽ നമുക്ക് ചിന്താഭാരങ്ങൾ കടന്നു വന്ന് നമുക്ക് ഒത്തിരി ടെൻഷനൊക്കെ കടന്നു വരുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നുവെങ്കിൽ നമുക്ക് ആ പാറമേൽ ഒന്ന് നിൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ശക്തി പണത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ പണം പോകുമ്പോൾ അത് നഷ്ടപ്പെടും. നമ്മുടെ ശക്തി മാംസത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആരോഗ്യം, സൗന്ദര്യം അതിൽ നിന്നാണെങ്കിൽ അത് പോകുമ്പോൾ നഷ്ടപ്പെടും. എന്നാൽ നമ്മുടെ ശക്തി നമ്മുടെ ഹൃദയത്തിൻ്റെ പാറയാവുന്ന ക്രിസ്തുവിലാണെങ്കിൽ, പ്രൈസലോ, അത് ശാശ്വതമായിരിക്കും. ഹല്ലേലൂയ. അത് പ്രതികൂലങ്ങളിൽ തകരത്തില്ല, അവിടെ നമ്മെ മുന്നോട്ട് കൊണ്ടുവരേണ്ടി തീരും. ഹല്ലേലൂയ. നമ്മുടെ ശക്തി എവിടെയാണ്? ഹല്ലേലൂയ.
മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ അവിടെ ഒരു കാര്യം കടന്നു വരണം, ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ കടന്നു വരണമെന്ന്. അപ്പോൾ ഇതെന്താ ശിശുക്കൾ? നമ്മൾ ഒത്തിരി ഇതിനെ കുറിച്ച് പുസ്തകം കേട്ടിട്ടുള്ള അല്ലേ? ശിശുക്കളുടെ ഒരു പ്രത്യേകത പറയാൻ പറ്റുമോ? അവരെന്ത് ചെയ്യില്ല, അവരുടെ ആശ്രയം എവിടെയാ? അവരുടെ ആശ്രയം അവരുടെ പേരൻസിൻ്റെ കയ്യിലാണ്. അവർ ധൈര്യത്തിൽ ഇങ്ങനെ വെള്ളത്തേക്ക് ചാടാൻ അവർ ചാടും അല്ലേ? അവരെ ഉറപ്പെന്താ? അവരെ രക്ഷിതാക്കളാ എന്നെ പിടിക്കുന്നുള്ള ഉറപ്പാ അല്ലേ? ജമ്പ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ജമ്പ് ചെയ്യും അല്ലേ? ഓടാൻ പറഞ്ഞ് ഓടും. ഇവരൊക്കെ വിചാരം എന്താ? ഇവർ എങ്ങനെ ഓടിയാലും ഇവർ അപ്പനും അമ്മയും വന്ന് പിടിക്കുന്നുള്ള ചിന്തയിൽ ഇവർ ഓടണം അല്ലേ? അല്ലാണ്ട് അവരിവിടെ ചെന്നിട്ട് അവിടുന്ന് കസാര മുകളിൽ നിലത്ത് വീഴുന്നോ, കൈ പൊട്ടുന്നോ, കാല് പൊട്ടുന്നോ, ചോര വരുന്നോ വല്ലതും വിചാരിച്ചിട്ടാണോ? ഇല്ല, ഇവര് പിടിക്കുന്നുള്ള ഉറപ്പിൽ ഓടുക. ഈ ഓട്ടമാണ് എന്ത് ചെയ്യണ്ടേ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. ഇതാണ് പൗലോസോടെ പറയുന്നത്. 4:13 എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം താൻ അവിടെ സീറോവാ, താൻ ശിശുക്കളെ പോലെ ആവുക. എനിക്കറിയത്തില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അപ്പോൾ ജയിലിൻ്റെ ഒരു തടവിൻ്റെ അവസ്ഥയിൽ ആ ഏകാന്തതയിലും പട്ടിണിയിലും കഷ്ടപ്പാടിലും പ്രൈസലോ ആ ഏകാന്തത അനുഭവിച്ചിരിക്കുന്ന പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ പ്രതിസന്ധികളിന്മേൽ, എൻ്റെ പ്രയാസത്തിൽ, എൻ്റെ ചിന്താകുലത്തിൽ, എൻ്റെ ഭാരങ്ങളിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ സകലത്തിലും മതിയായവൻ. ഹല്ലേലൂയ. ഒന്ന് നമ്മൾ പുറകിലേക്ക് ചിന്തിക്കുക, ആത്മീയമായോ നോക്കിയേ. ആത്മീയമായ ശക്തി നമ്മളിൽ കുറഞ്ഞു പോയി തോന്നുന്നുണ്ടോ? ആത്മീയം നമ്മൾ പുറകോട്ടാണെന്ന് തോന്നുന്നുണ്ടോ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കുറവെന്ന് തോന്നുന്നുണ്ടോ? പ്രാർത്ഥന, ദൈവവചന ധ്യാനം എല്ലാം കുറഞ്ഞു പോയി നമുക്ക് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് തിരിച്ച് കടന്നു വരുവാൻ കഴിയണം. അവിടെ നമ്മൾ പറയണം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം. ഹല്ലേലൂയ. തിരിച്ച് കടന്നു വരുവാൻ. യൂദയുടെ ലേഖനം 1-24 വാക്യത്തിലെ അതുകൂടി വായിച്ച് നമുക്ക് ഈ ചിന്തയിൽ സംസാരിക്കാം. യൂദ 1:20. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് തന്നെ സർവ്വകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. നോക്കിയേ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവരെ. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ഉറപ്പ്. ഹല്ലേലൂയ. അല്ലാതെ ബാക്കിയുള്ളതൊന്നും നമ്മുടെ ഉറപ്പല്ല. അതൊക്കെ നമുക്ക് വേണ്ടതാണ്, ആവശ്യത്തിന് കരുതുക. പക്ഷേ നമ്മുടെ ഉള്ളിലെ ഉറപ്പ്, പൗലോസ് തൻ്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ച ഫിലിപ്പിയ സഭയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും വിലയേറിയ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാന കാലഘട്ടങ്ങളിൽ എഴുതിയ ഏറ്റവും വില പിടിച്ചാന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും വലിയ സംഭവം എന്താ എഴുതിയെന്നറിയോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഈ ഒരു ബോധ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ പ്രതിസന്ധികൾ കടന്നു വന്നാലോ, പ്രശ്നങ്ങൾ കടന്നു വന്നാലോ, നമ്മൾ കടന്നു പോകുന്ന ഏത് അവസ്ഥയിലായാലും നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നോക്കി കടന്നു വരുമ്പോൾ, നമ്മൾ നിൽക്കുന്നത് കാണുമ്പോൾ മറ്റവർക്ക് മനസ്സിലാവും, ഇവർക്ക് എങ്ങനെ നിൽക്കാൻ കഴിഞ്ഞേ? ഒറ്റ കാര്യമുള്ളൂ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം. നമ്മൾ സമർപ്പിക്കണം. എന്നെ കൊണ്ട് കഴിയില്ലപ്പാ, പ്രൈസ് ലോർഡ്, ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ആ ശക്തീകരിക്കുന്ന ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ശക്തി നഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചിന്ത എനിക്കെടുപ്പുണ്ട്. എന്താ? തൻ്റെ ജീവിതത്തിലെ ശക്തി പലപ്പോഴും കുറഞ്ഞു വന്നിട്ടുണ്ട്. ആ മറ്റേ അടുത്ത വാക്യം വായിക്കുന്ന എങ്കിലും എൻ്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചെന്നുള്ള. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മളിതൊരു ശക്തി കുറയുന്ന പല സന്ദർഭങ്ങളും കടന്നു വരും. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ നമ്മെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ടെന്നുള്ള ഉറപ്പാണ് ദൈവമക്കൾ എന്ത് വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ വാർദ്ധക്യകാലത്തും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഇതൊക്കെ കുറഞ്ഞു പോകുന്ന സമയമുണ്ട്. ഒറ്റപ്പെടാം, ഏകാന്ത അവസ്ഥയൊക്കെ കടന്നു പോകേണ്ട സമയങ്ങളെ കടന്നു വന്നേക്കാം. പക്ഷെ അവിടെയും നമുക്ക് ഉറപ്പോടെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിലെ ഈ ഉറപ്പുള്ള പാറയിലേക്ക് നമുക്ക് ആശ്രയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ദൈവത്തിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് കടന്നു പോകാം. നമ്മുടെ ജീവിതത്തിലൊരു പ്രത്യേകത, ദൈവമക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മറ്റുള്ളവരെ പോലെ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളതല്ല, അവരുടെ ഹൃദയത്തിനകത്തുള്ള ഈ ഒരു ബലമാണ്. എന്താ? യേശു ക്രിസ്തുവിന്റെ ബലമാണ്. ഇതാണ് അവരുടെ പ്രത്യേകത.
ആ പ്രത്യേകതയിൽ മുന്നോട്ട് കടന്നു പോകാൻ ദൈവത്തിലും സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വിരമിക്കുന്ന ദൈവത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ.